തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സജീവമായിട്ടുള്ള ഒരുക്കത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 3 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക KPCC നേതൃത്വത്തിന് കാസർഗോഡ് DCC കൈമാറിയിട്ടുണ്ട്. ഉദുമയിൽ നിന്ന് 5 നേതാക്കളും കാഞ്ഞങ്ങാട് നിന്ന് 6 പേരുടെയും തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉൾപ്പെടെ 3 പേരുകളുമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള ലിസ്റ്റിലുള്ളത്. കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 3 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക ഒരാഴ്ച മുൻപാണ് കാസർഗോഡ് DCC നേതൃത്വം KPCCക്ക് സമർപ്പിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ KPCC നേതൃത്വം ഉറ്റുനോക്കുന്ന മണ്ഡലം, അതായത് വയനാട്ടിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ വെച്ച് വിജയിക്കാമെന്ന് വിലയിരുത്തിയ ഉദുമയിലേക്കാണ്. ആ ഉദുമ നിയോജക മണ്ഡലത്തിൽ 5 നേതാക്കളുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിലുള്ളത്. ഇതാണ് KPCCക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പേര് ഗോവിന്ദൻ നായരുടേതാണ്. UDF ജില്ലാ കൺവീനർ ഗോവിന്ദൻ നായർ. അതുകൂടാതെ KPCC ജനറൽ സെക്രട്ടറിമാരായ ഹക്കീം കുന്നിൽ, K നീലകണ്ഠൻ എന്നിവരുടെ പേരുകളും കൂടാതെ ധന്യ സുരേഷ്, MC പ്രഭാകർ എന്നിവരുടെ പേരുകളും ഈ ഉദുമയിലേക്കുള്ള പട്ടികയിലുണ്ട്. ഈ നേതാക്കളുടെ പട്ടിക അവിടേക്ക് പോകുമ്പോൾ തന്നെ വളരെ ജനകീയനും കരുത്തുറ്റതുമായ ഒരു നേതാവിനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഉദുമയിൽ നിർത്തി അതിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിച്ച് ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന ശക്തമായ ഒരു പൊതുവികാരം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് പല കോണുകളിലായി ഉയർന്നു കഴിഞ്ഞു. ഉദുമ കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. ഈ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ എടുത്തു പറയേണ്ട പട്ടികയിലുള്ള പേരുകൾ DCC ജനറൽ സെക്രട്ടറിമാരായ PV സുരേഷ്, ഹരീഷ് P നായർ, അതുപോലെ മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും DCC വൈസ് പ്രസിഡന്റുമായ BP പ്രദീപ്, പെരിയയിൽ നിന്നുള്ള പ്രദീപ്, അതുപോലെ രാജു കട്ടക്കയം, വിഘ്നേശ്വര ഭട്ട് എന്നീ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മലയോരത്തെ കോൺഗ്രസ് നേതാക്കളുടെ പേരുകളും ഇതിലുണ്ട്. അതിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലും എടുത്തു പറയേണ്ടത്, ഈ പട്ടികയിലേക്കുള്ള പേരുകൾ പോകുമ്പോൾ സമരമുഖങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറിയ യുവാക്കൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനും സ്വാധീനവുമുള്ള BP പ്രദീപ് മത്സരിക്കണമെന്ന ശക്തമായൊരു വികാരം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്. കാഞ്ഞങ്ങാട് കഴിഞ്ഞാൽ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ ഘടകകക്ഷിയായ PJ ജോസഫ് വിഭാഗമാണ് മത്സരിച്ചത്. എന്നാൽ ഇത്തവണ ഇത് കോൺഗ്രസിന് വിട്ടു നൽകണമെന്ന ചർച്ചകൾ തുടരവേ 3 പേർ അടങ്ങിയ ലിസ്റ്റ് KPCCക്ക് സമർപ്പിച്ചു. അതിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ, കൂടാതെ സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, അതുപോലെ DCC നേതാവായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് തൃക്കരിപ്പൂരിൽ നിന്നുള്ള പട്ടികയിലുള്ളത്. തൃക്കരിപ്പൂർ പരിഗണിക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായാംഗത്തെ പരിഗണിക്കണമെന്ന ഒരു ആവശ്യം പൊതുവിൽ തൃക്കരിപ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉയർന്നു കഴിഞ്ഞു. ഈ ആവശ്യങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. തൃക്കരിപ്പൂരിലാണെങ്കിൽ ഭൂരിപക്ഷ സമുദായാംഗത്തിന് പരിഗണന നൽകണം, അതുപോലെ കാഞ്ഞങ്ങാട്ടാണെങ്കിൽ പ്രദീപിന് പരിഗണന നൽകണം, അതുപോലെ ഉദുമയിലാണെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം ഇങ്ങനെയുള്ള വികാരങ്ങൾ, ചർച്ചകളെല്ലാം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്. ഈ പറഞ്ഞ പേരുകളാണ് ഇപ്പോൾ DCC നേതൃത്വം സാധ്യതാ പട്ടിക എന്ന നിലയിൽ KPCCക്ക് സമർപ്പിച്ചിരിക്കുന്നത്.